പാർട്ടിയിലില്ലെങ്കിലും ഒരു മന്ത്രി സ്ഥാനം ഇല്ലെങ്കിലും ഒക്കെ എപ്പോഴും സജീവമായിട്ട് ചർച്ചകളിലുള്ള ഒരാളാണ് ജി സുധാകരൻ. എന്താണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ റോള്? ജി സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇപ്പം റോള് കൊടുക്കുന്നത് മാധ്യമങ്ങളാണ്. മനസ്സിലായില്ലേ? ഒരു റോളും ഇല്ലേ? റോളുണ്ടെന്നല്ല, റോളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അദ്ദേഹം അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഇപ്പൊ സ്ഥാനാർത്ഥിയാകും എന്നൊക്കെ പറയുന്നു, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. എന്തായാലും സ്ഥാനാർത്ഥി ആയാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്താൻ പറ്റും. കാരണം അമ്പലപ്പുഴ എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു ഉരുക്ക് കോട്ടയൊന്നുമല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ അവിടുത്തെ വിജയമൊക്കെ വലിയ മാർജിനിലുള്ളതുമല്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം സുധാകരൻ എഫക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സുധാകരൻ എഫക്റ്റ് CPM-നെതിരായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് അവിടെ സ്ഥലം പാർട്ടി ജയിച്ചു അവിടെ. അപ്പം ആ വിശ്വാസം തന്നെയായിരിക്കും ഇത്തവണയും പാർട്ടിക്കുള്ളത്. സുധാകരൻ വലിയ റോളൊന്നും. പക്ഷെ ഒരു PW മിനിസ്റ്റർ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പുള്ളി ഭയങ്കര നല്ല എക്സലൻസ് ആയിട്ട് പ്രവർത്തിച്ച ഒരാളല്ലേ. പുള്ളിയുടെ കാലത്തുണ്ടായിരുന്ന റോഡുകളൊക്കെ അല്ലെങ്കിൽ ആ സമയമൊക്കെ വളരെയധികം ആളുകൾ പറയുന്നൊരു ഇതല്ലേ. അപ്പൊ ഇങ്ങനെ പുള്ളിക്ക് റോളില്ല എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാ ശരിയാവുക? സുധാകരൻ ഒരു മികച്ച മന്ത്രിയാണെന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും സംശയമില്ല. അദ്ദേഹം നല്ല മന്ത്രിയാണ്. അദ്ദേഹം അഴിമതി ഇല്ലാത്തൊരു നേതാവാണ്. അദ്ദേഹം ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെയൊക്കെ ദുഷിപ്പുകളെയൊക്കെ നേരിട്ട് ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. സുധാകരൻ നമുക്കറിയാം, PWD മന്ത്രിയാകുമ്പോഴും ഒക്കെ അദ്ദേഹം എല്ലാവരെയും നമ്മൾ പറയുമല്ലോ, പിന്നെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പേടിയായിരുന്നു. അദ്ദേഹം അങ്ങനെയാണ്, കറപ്ഷനൊന്നും ഇല്ലാത്ത മന്ത്രിയാണ്. ഇതെല്ലാം സമ്മതിച്ചു. പക്ഷേ ജി സുധാകരൻ എന്നൊരു നേതാവിനെ ഈ മന്ത്രിയാക്കിയതും ഈ മന്ത്രി എന്നുള്ളൊരു പ്രശസ്തിയും പേരൊക്കെ കൊടുക്കുന്നതും പാർട്ടിയാണ്. പാർട്ടി നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം കിട്ടിയത്. അപ്പൊ അദ്ദേഹത്തിന് കൊടുക്കാവുന്നതൊക്കെ പാർട്ടി കൊടുത്തിട്ടുണ്ടല്ലോ. അദ്ദേഹം ഒരു മുൻകോപിയാണെന്നുള്ളത് കൊണ്ട് മാത്രം അല്ലല്ല, മുൻകോപി എന്നല്ലല്ലോ. അദ്ദേഹത്തിന് പാർട്ടി 2 തവണ മന്ത്രിയാക്കിയേ, 2 തവണ മന്ത്രിയായി സംസ്ഥാനത്തെ. പിന്നെയും അദ്ദേഹത്തിനോട് മാറി നിൽക്കാൻ പറഞ്ഞു ആൾക്കാർ വരണ്ടേ, അതുകൊണ്ടാണ് വരുന്നത്. സുധാകരന്റെ ദേഷ്യം സുധാകരൻ ഒതുക്കപ്പെട്ടു എന്നുള്ളതാണല്ലോ. സുധാകരൻ അങ്ങനെ പലരും മാറിയിട്ടുണ്ട്. ആ ഒതുക്കി എന്നുള്ളൊരു വാക്ക് സുധാകരൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ശുദ്ധ മനസ്കന. അദ്ദേഹം മുൻകോപി എന്ന് പറഞ്ഞ പോലെ ഒരു നിഷ്കളങ്കന. ആ നിഷ്കളങ്കയിൽ നിന്ന് വരുന്ന മുൻകോപായിരിക്കും. അപ്പോൾ ആ നിഷ്കളങ്കനായ സുധാകരനെ ഈ പറഞ്ഞതുപോലെ പലരും ചേർന്നിട്ട് ഈ പറയുമല്ലോ, നിങ്ങളെ ഒതുക്കിയിട്ട് അങ്ങനെ തോന്നിയിട്ടുള്ളതായിരിക്കും. വീട്ടിലിരുന്നിട്ടുള്ള വിദ്യാഭ്യാസത്തിന് പ്രവർത്തിക്കാമല്ലോ. ഈ പാർട്ടി പ്രവർത്തിക്കണമെങ്കിൽ എനിക്ക് സ്ഥാനമാനങ്ങൾ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് ഭൂഷണമായിട്ട് എനിക്ക് തോന്നുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വരുവാണെങ്കിൽ സുധാകരൻ ഒരു ഭീഷണി ഉയർത്താം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് ആ ഭീഷണി വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. കാരണം ഇപ്പുറത്ത് ഈ പറയുന്ന പോലെ കോൺഗ്രസ് അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കണം. കോൺഗ്രസ് സപ്പോർട്ട് കൊടുത്തു സുധാകരൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാൽ ഇപ്പുറത്ത് ഈ പറയുന്ന പോലെ ഒരു ഭീഷണി ഉണ്ടാവാം. പക്ഷെ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ സഹോദരനൊക്കെ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായ ഒരു ചരിത്രമൊക്കെ ഉള്ള ഒരാളാണ്. പിന്നെ ഭയങ്കര പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു കുടുംബ പാരമ്പര്യമൊക്കെ ഇവർക്ക് മൊത്തത്തിലുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരാളെ എപ്പോഴും പാർട്ടി സ്ഥാനമാനങ്ങൾ കൊടുത്ത് നിലനിർത്തിയേക്കുക എന്നുള്ളതൊന്നും പാർട്ടി ഭരണഘടനയിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഏതെങ്കിലും പാർട്ടിയിൽ അങ്ങനെയുണ്ടോ? എല്ലാ കൊല്ലവും എല്ലാ കാലവും താങ്കളെ അല്ലെങ്കിൽ ആ നേതാവിനെ ഞങ്ങൾ അങ്ങ് ഉയർത്തി നിർത്തിയേക്കാം എന്ന് ഏതെങ്കിലും പാർട്ടി തീരുമാനിക്കൂ? ഇപ്പം എവിടെയൊക്കെ മോദിയൊക്കെ ഇപ്പോൾ അങ്ങനെ തീരുമാനിച്ചിരുന്നെങ്കിൽ മോദി വരുമോ പിന്നെ പ്രധാനമന്ത്രിയായിട്ട്? ഇവിടെ ഇപ്പോൾ വരുമ്പോഴത്തേക്ക് എത്ര പേര് ഒതുക്കിയിട്ടും മാറ്റിയൊക്കെയാണ് ഇപ്പുറത്ത് കോൺഗ്രസ്സുകാർ വരുന്നത്, ഓരോ നേതാക്കന്മാർ. അങ്ങനെയൊന്നുമില്ല. പിന്നെ സുധാകരൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, സുധാകരനൊക്കെ എപ്പോഴും ഒരു ജനകീയനായ നേതാവാണ്. ജനങ്ങളും ആൾക്കൂട്ടവും വേണം ഇവർക്ക്. ഇതില്ലാതാകുമ്പോൾ ഉണ്ടാകുന്നൊരു അസ്ഥിതയുണ്ടല്ലോ, പ്രശ്നമുണ്ട്. ഈ പ്രശ്നമാണ് സുധാകരൻ അനുഭവിച്ചു വരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പരാതി വെച്ച് അദ്ദേഹത്തിന് ഒന്നിനും വിളിക്കണില്ല എന്നുള്ളതാണ്. ഈ പാർട്ടി പരിപാടിക്കൊന്നും വിളിക്കാത്തതുകൊണ്ടാണെന്ന് പുള്ളി ഇപ്പം സപ്താഹ സ്ഥലത്തും ഭാഗവത വായനയ്ക്കിടത്തൊക്കെ പുള്ളിയാണ് പോണത്. പുള്ളി ഉദ്ഘാടനം ചെയ്യാനും മറ്റൊക്കെ ആയിട്ട്. അങ്ങനെയാക്കുമ്പോൾ കോൺഗ്രസ് വിളിച്ച് അവിടെ പോകും, BJP വിളിച്ചപ്പോൾ അവിടെ പോകും. ആള് വേണം, ആൾക്കൂട്ടത്തിനെ കാണണം. പിന്നെ പരാതി വെച്ചാൽ പുള്ളി വളർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ പുള്ളിയുടെ കൂടെയുള്ള പിള്ളേരെന്നൊക്കെ പുള്ളി വിളിക്കുന്ന അവിടെ പാർട്ടിയുടെ ആലപ്പുഴയിലെ ജില്ലയിലെ നേതാക്കന്മാർ, മുതിർന്ന നേതാക്കന്മാർ, അവരൊന്നും പുള്ളിയെ അംഗീകരിക്കണില്ല, അല്ലെങ്കിൽ അവരൊന്നും പുള്ളിയെ വിളിക്കണില്ല എന്നൊക്കെ ഉള്ള ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു നിഷ്കളങ്കമായിട്ടുള്ള ചില പെരുന്തച്ചൻ കോംപ്ലക്സ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതൊരു ഒരു ചാബല്യമൊക്കെ എന്ന് പറയാം. അത്രേ ഉള്ളൂ. കാരണം എന്നെ ആരും വിളിക്കുന്നില്ല, എന്നെ ആരും പിന്നെ കൂട്ടുന്നില്ല എന്നൊക്കെ നമ്മൾ പിള്ളേർ പറയുന്നില്ല. അത്രേ ഉള്ളൂ. കാരണം ഇദ്ദേഹം സീനിയർ ആയിട്ടുള്ള മോസ്റ്റ് ആയിട്ടുള്ള ഒരു നേതാവല്ലേ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, സുധാകരനെ പോലൊരു പാർട്ടിയുടെ ഒരു നേതാവിന് മുമ്പിൽ പാർട്ടി താഴുവാണെങ്കിൽ ഇവിടെ പാർട്ടിയുടെ വിലയാണ് പോണത്. അപ്പൊ അങ്ങനെ നാളെ എല്ലാവരും വിലവേശം വരും. സുധാകരന്റെ പിണക്കത്തിനും അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങൾക്കൊന്നും ഒരു ഇമ്പോർട്ടൻസും ഉണ്ടാകാൻ പോകുന്നില്ല. ഇല്ല, പാർട്ടി അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇനി അദ്ദേഹത്തിന്റെ വഴിക്കാണ് പോകണമെങ്കിൽ അദ്ദേഹത്തിന്റെ വഴിക്ക് അദ്ദേഹം പോകും, പാർട്ടിയുടെ വഴിക്ക് പോകുന്നതാണ്. കാരണം സുധാകരന്റെ ഒരു അമ്പലപ്പുഴ സുധാകരന്റെ കോട്ടയൊന്നുമല്ല, മനസ്സിലായില്ലേ?
പിന്നെ സുധാകരൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ കോൺഗ്രസ്സുകാർ എങ്ങനെ പുള്ളിയെ നിർത്തുന്നു എനിക്ക് തോന്നുന്നില്ല. അമ്പലപ്പുഴ ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെതായിട്ടുള്ള സ്ഥാനാർത്ഥി ജയിപ്പിക്കാനുള്ള നോക്കത്തുള്ളൂ. കാരണം അവർ സുധാകരനെ താങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അത് കോൺഗ്രസിൻ്റെ അണികൾക്കും ഇഷ്ടപ്പെടുമോ? ഒരു അപ്പുറത്തെ പാർട്ടിയിൽ നിന്ന് ഒരാൾ പിണങ്ങി ഇപ്പറേ വന്നുകൊണ്ട് അയാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കും. അപ്പോൾ ഇവരെ പണിയെടുക്കണവരെന്താ ഇപ്പോൾ? അങ്ങനത്തെ ചരിത്രം ഇല്ല. അല്ല, ഉണ്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് തന്നെയല്ലേ അപ്പോൾ ഇവിടെ ഈ പ്രശ്നം വരത്തില്ലേ? ഇവിടെ കഴിവുള്ള ആളുടെ ഒരു ഇതല്ലേ പോകുന്നത്. അപ്പോൾ ജി സുധാകരൻ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. ജി സുധാകരൻ ഈ ചർച്ച വരുത്തും. ജി സുധാകരന്റെ സാന്നിധ്യം ഈ റോൾ നേരത്തെ പറഞ്ഞ റോളില്ലേ, ആ റോളില് ഈ ഇലക്ഷൻ കഴിയുന്നവരെ സുധാകരൻ നിർത്തും. അത് മാധ്യമങ്ങളും ആയിരിക്കും, പിന്നെ കോൺഗ്രസും ആയിരിക്കും. പാർട്ടിക്ക് അദ്ദേഹത്തിന്റെ റോളിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കറിവേപ്പില ആവണം എങ്ങനെയാണ്? പാർട്ടി എല്ലാം കൊടുത്തില്ലേ? ശരിക്കും പാർട്ടിയോട് പുള്ളി ശത്രുതാപരമായിട്ട് പെരുമാറാണ്. പാർട്ടി അതിന് മുമ്പിൽ താഴ്ന്നു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. കാരണം സുധാകരൻ അത്ര വലിയ ഇലയനൊക്കെ ഉണ്ടാക്കുമായിരിക്കും, പക്ഷെ കടപുഴുക്കാനൊന്നും പുള്ളിക്ക് സംഭവിക്കത്തില്ല. ഹർഷ, ഞാനൊരു കാര്യം പറയണത്, സുധാകരൻ ചെറിയ ഇലയനക്കങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ അദ്ദേഹം ഒരിക്കലും CPM എന്നൊരു പാർട്ടിയെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ കടപുഴക്കാനൊന്നും സാധിക്കത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ആലപ്പുഴയിൽ കടപുഴകുമോ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.